ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കേൾക്കാവോ? ഹലോ, നിങ്ങൾക്ക് എപ്പോഴേലും നെറ്റ് കട്ടായി പോണേ പിന്നെ ഗ്രൂപ്പിൽ വല്ല ഒന്ന് മെസ്സേജ് ഇട്ടേക്കണം. ഇവിടെ ഒന്ന് കറണ്ട് പോയി വന്നു, കറണ്ട് പോകുന്നു വരുന്നു, അങ്ങനെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഇത് നെറ്റ് പോവായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അതിന് നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം. സയൻസ് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് വിളിക്കാം. നോക്കാം. നിന്റെ മാവും എന്നെ പോലെ ധാരാളം മാങ്ങകൾ തരുന്നു. അതായത് ജസ്റ്റ് ആ കൊച്ചിപ്പൊ നട്ടതേ ഉള്ളൂ. അപ്പം അവിടെ നിൽക്കുന്ന മാവിലെ മാങ്ങകൾ പോലെ പെട്ടെന്ന് ഉണ്ടായി കിട്ടുമായിരുന്നെങ്കിൽ വളരെ സന്തോഷം എന്ന രീതിയിലാണ് കൊച്ചിരിക്കുന്നത്. അപ്പൊ അതിനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉണ്ടോ? തിരഞ്ഞെടുക്കുമ്പം അല്ലെങ്കിൽ നടാനായിട്ട് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതില്. ഇത് നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ശരിയേത് തെറ്റേത് രീതിയിൽ തന്നെ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അതായത് വിത്ത് എടുക്കുന്ന ചെടി, വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന വിത്ത്, ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എങ്ങനെയായിരിക്കണം എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ആ ബോക്സിന്റെ അകത്ത് അതിലെ തെറ്റായിട്ടുള്ള ഓപ്ഷൻസും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ശരിയായിട്ടുള്ളത് തന്നിട്ടുണ്ട്. ഞാൻ ശരിയായിട്ടുള്ള ജസ്റ്റ് ഒന്ന് നേരത്തെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു വിത്ത് എടുക്കുന്ന ചെടി, അതായത് ഏത് ചെടിയിൽ നിന്നാണോ നമ്മൾ വിത്ത് എടുക്കുന്ന ആ ചെടി എങ്ങനെയുള്ളതായിരിക്കണം? കായ്ഫലം കൂടുതൽ ഉള്ളതായിരിക്കണം, അതുപോലെ തന്നെ ആരോഗ്യമുള്ള ചെടിയായിരിക്കണം. അല്ലാതെ കായ്ഫലം കുറവുള്ളതോ രോഗബാധയുള്ളതോ വളർച്ച മുരടിച്ചൊന്നും ആയിരിക്കരുത് നമ്മൾ ഏത് ചെടിയിൽ നിന്നാണോ വിത്തെടുക്കുന്നത് ആ ചെടി. അത് നല്ല ആരോഗ്യമുള്ള ചെടിയായിരിക്കണം, അതുപോലെ തന്നെ കായ്ഫലം കൂടുതലുള്ളതുമായിരിക്കണം. ഇനി വിത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഫലം, അതിന്റെ പ്രത്യേകതയോ മധ്യകാലത്തുണ്ടായ ഫലമായിരിക്കണം, പിന്നെ നല്ല മൂപ്പുള്ളതായിരിക്കണം, മൂപ്പെത്തിയതായിരിക്കണം. അല്ലാതെ ആദ്യം ഉണ്ടായതായിരിക്കരുത്, അവസാനം ഉണ്ടായതായിരിക്കരുത്, മൂപ്പില്ലാത്ത അങ്ങനത്തെ ഒന്നും ആയിരിക്കരുത്, മൂപ്പുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മധ്യകാലത്തുണ്ടായ ഫലമായിരിക്കണം. ഇനി തിരഞ്ഞെടുക്കുന്ന വിത്ത് അത് സ്വാഭാവികമായ ആകൃതിയുള്ളത്, സ്വാഭാവികമായ ഭാരമുള്ളത്, സ്വാഭാവിക വലുപ്പമുള്ളത്. അല്ലാതെ ഭാരം കുറഞ്ഞതോ പുറന്തേടൽ കേടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുള്ള അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വിത്ത്. അപ്പൊ ഇത് ഓരോന്നിനും ജസ്റ്റ് പ്രത്യേകതകൾ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ ചോദിക്കാം. ഇത് വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലത്തിന്റെ പ്രത്യേകതകളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ പെടുന്നത് ഏത്, ഈ 4 ഓപ്ഷൻസ് തന്നെ തന്നിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാം കേട്ടോ. കാണാൻ പഠിക്കണമെന്നല്ല, നമുക്ക് ഇങ്ങനത്തെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ശരിയേത് തെറ്റെന്ന് ചോദിക്കുന്നത് നമുക്ക് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ച് നമുക്ക് കിട്ടണമെന്നില്ല. പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ അങ്ങനെ ശരിയേത് തെറ്റെന്ന് ചോദിക്കുന്നതിന് നമ്മൾ കൂടുതലായിട്ടും ആ ഓപ്ഷൻസ് ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ചിലപ്പോൾ രണ്ടെണ്ണം ഇച്ചിരി ഒരു സെയിം പോലെയൊക്കെ, നമുക്ക് ഒരു വാക്കിന്റെ വ്യത്യാസം നമുക്ക് സെയിം ഒക്കെ പോലെ തോന്നിയേക്കാം. പക്ഷെ അങ്ങനത്തെ വരുന്നതൊക്കെ നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അത് പെട്ടെന്ന് കിട്ടും. നോക്കിക്കേ, നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. അതായത് നല്ല വിത്തിൽ നിന്നേ
നല്ലൊരു ചെടി ഉണ്ടാവുള്ളൂ, അതിൽ നിന്ന് നല്ല ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗുണമേന്മയുള്ള അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള വിത്തായിരിക്കണം നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്ന് നല്ലൊരു ചെടി അല്ലെങ്കിൽ നല്ലൊരു ഫലം നമുക്ക് ഉണ്ടായി കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്ത് എടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. ഇനി നോക്കി, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടുപോയതാണ്. അതായത് കറിവേപ്പ്, ഇഞ്ചി, ഇലമുളിച്ചി, കുരുമുളക്. അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ പറഞ്ഞ എല്ലാം വിത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്. ചിലത് വേര് നട്ട് വെക്കുന്നുണ്ടാകുന്നുണ്ട്, ചിലത് ഇലയുണ്ട്, ചില അതിന്റെ തണ്ടായിരിക്കും, ചില അതിന്റെ കിഴങ്ങ് തന്നെ ആയിരിക്കും. ഇഞ്ചിയുടെ ഒക്കെ ആണെങ്കിൽ ആ കിഴങ്ങ് തന്നെ നമ്മൾ നട്ടു വെക്കുന്നത്. അപ്പൊ അതായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ചെടികൾക്കും പലതരത്തിലാണ് നമ്മൾ നട്ടുവെക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. കറിവേപ്പിന്റെ ആണെങ്കിലോ നമ്മൾ അന്ന് കണ്ടതാണ്. കറിവേപ്പിന്റെ ആണെങ്കിൽ എന്താ, വേരാണ് നമ്മൾ നട്ടുവെക്കുന്നത്. ഇനി ഇഞ്ചിയുടെ ആണെങ്കിലോ, ഇഞ്ചിയുടെ നമുക്കറിയാം കിഴങ്ങ് തന്നെയാണ് നമ്മൾ നട്ടുവെക്കുന്നത്. അതിന്റെ ആ കിഴങ്ങ് തന്നെയാണ് നട്ടുവെക്കുന്നത്. ഇനി ഇലമുളിച്ചിയുടെ ആണെങ്കിൽ നമ്മൾ ആ പേരിൽ തന്നെയുണ്ട് എന്താ, ഇലയാണ്. നമ്മുടെ കുരുമുളകിന്റെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ആ തണ്ടാണ് നമ്മൾ നട്ടുവെക്കുന്നത്, കുരുമുളകിന്റെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പിന്നെ ബാക്കി നമ്മൾ അന്ന് ആ 3ാം ക്ലാസ്സിലെ ചാപ്റ്റർ പറഞ്ഞപ്പോ കുറെ എണ്ണത്തിന്റെ ഈ മത്തന്, മാവ്, പയറ്, ചീരയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ വിത്താണ് നട്ടുവെക്കുന്നത്. ഈ വേര് കടപ്ലാവിന്റെയും കറിവേപ്പിന്റെ ഒക്കെ വേരാണ് നട്ടുവെക്കുന്നത്. പിന്നെ റോസ, മുല്ല, ചെത്തി, ചെമ്പരത്തിയുടെ അതിന്റെയൊക്കെ തണ്ട നമ്മൾ കൊണ്ട് കുഴിച്ചു വെക്കുന്നത് അല്ലെ. പിന്നെ ഇലയാണെങ്കിൽ ഇലമുളച്ചി, പിന്നെ നമ്മുടെ ബിഗോണിയ, നിശാഗന്ധി, ഇതെല്ലാം നമ്മൾ ഇല കൊണ്ടാണ് നട്ടുവെക്കുന്നത്. പിന്നെ അപ്പൊ ഓരോ സസ്യങ്ങളും മുളച്ചു വരുന്നത്, അതായത് വിത്തിൽ നിന്നുണ്ട്, വേരിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ ഇല നട്ടുവെക്കുന്നതുണ്ട്, തണ്ട് നട്ടുവെക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉദാഹരണങ്ങൾ അത് ഉറപ്പായിട്ടും പഠിക്കണം. ഓൾറെഡി നമ്മൾ അന്ന് 3ാം ക്ലാസ്സിലെ ചാപ്റ്റർ എടുത്തപ്പോൾ നമ്മൾ അത് ഗ്രൂപ്പിലിട്ട് പോയതാണ്. കുഴപ്പമില്ല, ഇതൊന്നുകൂടെ ഇതിട്ട് തരാം കേട്ടോ. അപ്പൊ അത് ഉറപ്പായിട്ടും പഠിക്കണേ. ആ എക്സാമ്പിൾസ് നമുക്ക് അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം ഇപ്രാവശ്യം ഈ ടെക്സ്റ്റ് ബുക്ക് എല്ലാം മാറിയത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇച്ചിരി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കിക്കേ, കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം, അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുമല്ലോ. അതായത് കായിക പ്രജനനം എന്ന് പറഞ്ഞാല് വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ കായിക പ്രജനനം. ഇനി വിത്ത് മുളച്ചുണ്ടാകുന്നതിന് നമ്മൾ പറയും ലൈംഗിക പ്രത്യുൽപാദനം, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി വിത്ത് മുളച്ച് അടുത്ത പുതിയ സസ്യം ഉണ്ടാകുന്നു. പക്ഷെ ഒരു സസ്യത്തിന്റെ വേര്, തണ്ട് അല്ലെങ്കിൽ ഭൂകാണ്ഡം, ഇല എന്നിവയിൽ നിന്ന് അടുത്ത ഒരു സസ്യങ്ങൾ രൂപപ്പെടുത്തി അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നതാണ് നമ്മൾ കായിക പ്രജനനം എന്ന് പറയുന്നത്. ഇനി കായിക പ്രജനനം വഴി അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്ന സസ്യങ്ങളുടെയൊക്കെ കുറെ ഉദാഹരണങ്ങൾ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വേരുപയോഗിച്ചാണ് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. നമ്മുടെ കറിവേപ്പുണ്ട്, പിന്നെ കടപ്ലാവുണ്ട്, ഇതെല്ലാം വേരുപയോഗിച്ച് നടക്കുന്നതാണ്. ഇനി കാണ്ഡം ഉപയോഗിച്ചാണെങ്കിലോ നമുക്കറിയാം റോസയുണ്ട്, ചെമ്പരത്തിയുണ്ട്. ഇവിടെ മുരിങ്ങ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോസയുണ്ട്, ചെമ്പരത്തിയുണ്ട്, ചെത്തിയുണ്ട്, പിന്നെ നമ്മുടെ മരച്ചീനിയുണ്ട്. ഇതെല്ലാം കാണ്ഡം ഉപയോഗിച്ച് നമ്മൾ പുതിയ സസ്യങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. ഇനി ഇലയാണെങ്കിൽ നമ്മുടെ ഇലമുളച്ചിയുണ്ട്. പിന്നെ ഭൂകാണ്ഡമാണെങ്കിൽ കാച്ചില്, പിന്നെ നമ്മൾ പറഞ്ഞ ചേന, ചേമ്പ്, ഇഞ്ചി, ഇതെല്ലാം ഭൂകാണ്ഡത്തിൽപ്പെടുന്നതാണ്. ഇനി വിത്ത് മുളച്ചാണെങ്കിൽ നമുക്കറിയാം മുരിങ്ങയുണ്ട്, നമ്മുടെ മാവുണ്ട്, പയറ്, ചീര, മത്തന, ഇതെല്ലാം വിത്ത് മുളച്ചുണ്ടാകുന്നത്. അപ്പൊ കൂടുതൽ ഒന്നുകൂടെ ആ ഉദാഹരണങ്ങളൊക്കെ എടുത്തൊന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു വേര്, തണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്, വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം, ഇവയിൽ നിന്ന് അടുത്ത പുതിയൊരു തൈകൾ ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് പറയും, കായിക പ്രജനനം എന്ന് പറയും. ഇനി അല്ല വിത്ത് ഉപയോഗിച്ച്, അതായത് വിത്തിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനം, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് നമ്മൾ വിത്തിൽ നിന്ന് പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ ആ ജസ്റ്റ് അതിന്റെ ഉദാഹരണങ്ങളും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അത് പഠിക്കണം, അതിന്റെ ഉദാഹരണങ്ങൾ. അതായത് വേരിൽ നിന്ന് ഏതൊക്കെയാണ്, ഇലയിൽ നിന്ന് ഏതൊക്കെയാണ്, തണ്ടിൽ നിന്ന് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് അത് പഠിച്ചിരിക്കണം കേട്ടോ, അതിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്. ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, ശീമക്കൊന്ന. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ റബ്ബർ, മാവ്, പ്ലാവ്, ഇതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. ഇത് റബ്ബർ, മാവ്, പ്ലാവ്, ശീമക്കൊന്ന എല്ലാം
എന്താ ലൈംഗിക പ്രത്യുൽപാദനം വഴി അതുപോലെ തന്നെ കായിക പ്രജനനം വഴി പുതിയ സസ്യങ്ങൾക്ക് രൂപപ്പെടുന്നതിനുള്ള ഉദാഹരണങ്ങളിൽ പെടുന്നതാണ് നമ്മുടെ ശീമക്കൊന്നി, മാവ്, പ്ലാവ് എന്നിവയെല്ലാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വിത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തണ്ട് നട്ടുവെച്ച് അല്ലെങ്കിൽ ഇല നട്ടുവെച്ച് നമ്മൾ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു സസ്യത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് മറ്റൊരു സസ്യം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പുതിയ തരത്തിലുള്ള സസ്യങ്ങൾ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നമ്മുടെ ആദ്യം ആ ഒരു കൊച്ചു ഡൗട്ട് പറഞ്ഞായിരുന്നു, എനിക്കിപ്പൊ പെട്ടെന്ന് തന്നെ മാങ്ങ ഉണ്ടായി കിട്ടുമായിരുന്നു, എളുപ്പം ഉണ്ടാകുന്നുള്ള രീതിയിൽ കൊച്ചു പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതികളിലൂടെ പുതിയ സസ്യങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമോ എന്ന രീതിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ഘട്ടങ്ങൾ അങ്ങനെ കാര്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിന് ചോദിക്കാറില്ല. ചിലപ്പോൾ ഇതില് ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഈ ഘട്ടങ്ങളുടെ ഒരു 4 സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ തന്നിട്ട് അതിലിപ്പം ലെയറിങ്ങിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ഡിങ്ങിന്റെ ഇതിൽ പെടാത്തത് അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ഇത് ചിലതിന് നമുക്ക് സയൺ അല്ലെങ്കിൽ സ്റ്റോക്ക് അത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് അങ്ങനെയും ചോദിക്കാം. അപ്പം ഈ ഒരു 2 ചെടികളെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഏതാണ് അങ്ങനെയും ചോദിക്കുക. അപ്പൊ അതിന്റെ ഘട്ടങ്ങൾ ഓർത്തിരിക്കുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഘട്ടങ്ങൾ ജസ്റ്റ് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പൊ ഒരു ചെടി നടാൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ കുഴിയെടുക്കും, ചെടി വേര് ഇറക്കി വെക്കും, മണ്ണിട്ട് മൂടും, ആവശ്യത്തിന് വെള്ളം ഒഴിക്കും, വളവിട്ട് അങ്ങനെ നമുക്ക് അത്യാവശ്യം അറിയാം ചെടി നടുന്നത് എങ്ങനെയാണ്. പക്ഷെ ഈ ഒരു ഘട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞ് കാണാതെ പഠിച്ച് വെക്കണ്ട, ഒന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ഇത്ര സെന്റിമീറ്ററിൽ എടുക്കണം, മുറിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും അത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിരിക്കാം. നോക്കിയേ, പതിവെക്കൽ, അതാണ് നമ്മൾ ആദ്യം നോക്കുന്ന നമ്മുടെ ലെയറിങ്. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇത് പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി ഈ സസ്യങ്ങളിൽ അവരുടെ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ചിട്ട് പിന്നെ അത് മുറിച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകളായിട്ട് നട്ടുവെക്കുന്നതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓരോ ഘട്ടങ്ങൾ, അതായത് പേരയിൽ പതിവെക്കുന്നതിന്റെ ലെയറിങ് നടത്തുന്നതിന്റെ ഘട്ടങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം, മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്കിടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തില് വളയാകൃതിയിൽ ചെത്തി മാറ്റുക. ഇവിടെ ഇത് കണ്ടോ, കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടത്, ഇത് അത്യാവശ്യം പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട തടി, അതിൽ നിന്നാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്കിടയിലുള്ള അതിന് നോട്ട്സ്, അതായത് ഈ ഒരു കമ്പിന്റെ ആ ഇടയിലുള്ള ആ ഒരു ഭാഗത്തിൽ നിന്ന് കുറച്ച് ഒരു തൊലി 1-2-3 സെന്റിമീറ്റർ ഒരു വളയാകൃതിയിൽ തൊലി ചെത്തിയെടുക്കണം. രണ്ടാമത്തെ ഘട്ടത്തിൽ വരുമ്പോ ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം. അപ്പൊ ചകിരിച്ചോറ് അല്ലെങ്കിൽ മണ്ണ്, ചാണകപ്പൊടിയൊക്കെ ചേർത്തൊരു മിശ്രിതം നമ്മൾ ആ തൊലി മുറിച്ചെടുത്ത ഭാഗത്ത് നന്നായിട്ട് വെച്ചിട്ട് നമ്മുടെ പോളിത്തീൻ കവർ കൊണ്ട് അത് കെട്ടിവെക്കണം. പിന്നെ കുറച്ചൊന്ന് നനച്ചു കൊടുക്കുക. 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. വേര് മുളച്ച കമ്പ് പതിവെച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം. അതായത് നോക്കി, ഇവിടെ കുറച്ച് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ചകിരിച്ചോറും ഇതെല്ലാം വെച്ച് നമ്മൾ അത് കെട്ടി വെച്ചായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിനെ മാറ്റി നമുക്ക് ചട്ടിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിന്റെ അകത്തോ നട്ടുവെക്കാം. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യം വേരെല്ലാം വന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് മണ്ണിലേക്ക് അതിനെ പറിച്ചു നടാവുന്നതാണ്. ഇനി എന്താണ് പതിവെക്കൽ അല്ലെങ്കിൽ ലെയറിങ്? മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മുടെ പതിവെക്കൽ അഥവാ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെഫിനേഷൻ ഓർക്കുക. എന്താണ് ലെയറിംഗ്, എന്താണ് പതിവെക്കൽ? അതായത് മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ. അതായത് മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ചിട്ട് അത് പറിച്ചെടുത്ത് നമ്മൾ പുതിയ സസ്യമായിട്ട് രൂപപ്പെടുത്തി എടുക്കുന്നതിനെ പറയുന്നത് ലെയറിംഗ് അഥവാ പതിവെക്കൽ എന്ന് പറയും. ഇനി രണ്ടാമത്തേതാണ്, നോക്കിക്കേ,
നാഗപതിവയ്ക്കൽ. കുരുമുളക് പോലെയുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. അതായത് കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ചിട്ട് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവെക്കാമെന്നാണ്. ലെയറിംഗ് തന്നെയാണ്. ലെയറിംഗിന്റെ വേറൊരു രീതിയാണ് നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും. അപ്പൊ ഈ രീതിയിലാണെങ്കിൽ ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നമുക്ക് ലഭിക്കും. നമുക്ക് ലെയറിംഗ് നടത്തുമ്പോൾ നമ്മൾക്ക് ആ ഒരൊറ്റ കമ്പെടുക്കുമ്പോൾ ആ ഒരൊറ്റ തൈയെ ലഭിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒന്നിലധികം തൈകൾ ആ ഒരൊറ്റ ശാഖയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വിവിധ രീതികളിൽ പതിവെക്കുന്ന സസ്യങ്ങൾ. വായുവിൽ പതിവെക്കുന്ന സസ്യങ്ങളാണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. ഇനി നാഗപതിവെക്കല് സെർപ്പന്റീൻ ലെയറിംഗ് എന്ന് പറയുമ്പോൾ ബൊഗേൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. ഈ എക്സാമ്പിൾസ് കൂടെ ഓർത്ത് വെക്കുക. ഈ നാഗപതിവെക്കല് നമുക്ക് ഈ ടെക്സ്റ്റ് മാറിയപ്പോൾ ഇപ്രാവശ്യം വന്നൊരു ടോപ്പിക് ആയിരുന്നു. നമ്മുടെ പഴയ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിന്റെ അതൊന്നും ജസ്റ്റ് നമ്മൾ പതിവയ്ക്കൽ ലെയറിംഗ് എന്നുള്ള ആ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഈ നാഗപതിവയ്ക്കലൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇത് ഇപ്രാവശ്യം കയറി വന്നൊരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം എക്സാമ്പിൾ വന്നിട്ട് ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്ന് ചോദിക്കാം. നമ്മുടെ ഈ ടെക്സ്റ്റ് ചാപ്റ്ററിന്റെ അവസാനം തുടർ പ്രവർത്തനങ്ങൾ പോലെ ക്വസ്റ്റ്യൻസിന്റെ തീർണം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരാവേ. അപ്പൊ ഈ നാഗപതിവയ്ക്കലിന്റെ വന്നിട്ടുള്ള അതുപോലെ തന്നെ വായുവിൽ പതിവയ്ക്കൽ, ഇതിന്റെ രണ്ടിന്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കുക. പുതിയ ടോപ്പിക് ആയതുകൊണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് വരാൻ ചാൻസ് ഇല്ലായികയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സാമ്പിൾസ് കൂടെ നോക്കുക. വായുവിൽ പതിവയ്ക്കലാണെങ്കിൽ പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. ഇതെല്ലാം വായുവിൽ പതിവയ്ക്കലാണ്. ഇനി നാഗപതിവയ്ക്കലാണെങ്കിലോ ബൊഗേൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. ഇതെല്ലാം നമ്മുടെ നാഗപതിവയ്ക്കലിൽ ഉൾപ്പെടുന്നതാണ്. അതായത് നമ്മൾ മണ്ണിനടിയിലേക്ക് ആ ചെടി അതിന്റെ ഇത് വളച്ചു വെച്ചിട്ട് അതിൽ ഇടവിട്ടിങ്ങനെ മണ്ണ് മൂടി ഇട്ടിട്ട് പതിവെക്കുന്നതാണ്. അല്ലാതെ നമ്മുടെ മറ്റേ നമ്മൾ ലെയറിങ്ങിന്റെ ആ പറഞ്ഞ ഘട്ടം പോലെ ഇങ്ങനെ 1, 2, 3 സെന്റിമീറ്റർ ഒക്കെ മുറിച്ചെടുത്ത് അതിന്റെ അകത്തിട്ട് ചകിരിച്ചോറും ഇതെല്ലാം വെച്ച് അങ്ങനെ വേര് മുളപ്പിക്കുന്ന അങ്ങനല്ല. ഇത് മണ്ണിലേക്ക് തന്നെ ഇറക്കി വെച്ചിട്ട് കുറച്ച് ഭാഗം മണ്ണിന് മുകളിലിരിക്കും, കുറച്ച് ഭാഗം മണ്ണിന് താഴെ ഇരിക്കും, കുറച്ച് ഭാഗം പിന്നെ മണ്ണിന് മുകളിലിരിക്കും. ആ ഒരു രീതിയിൽ വന്ന് അതിൽ നിന്നാണ് പുതിയ തൈകൾ അവർ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അതിൽ 2 ഘട്ടം തന്നെയുണ്ട്. ഒന്ന് നാഗപതിവയ്ക്കലും ഉണ്ട്, അതുപോലെ തന്നെ വായുവില് പതിവയ്ക്കലുണ്ട്. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ഇത് നോക്കിക്കേ. പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ ശ്രദ്ധിക്കൂ. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. നമ്മൾ പറഞ്ഞു മാതൃസസ്യത്തിൽ നിന്നാണല്ലോ പുതിയ ആ ഒരു തൈച്ചെടി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. അപ്പൊ നമ്മളിപ്പോ മാതൃസസ്യത്തിൽ നിന്ന് എടുത്തത് കൊണ്ടായതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പരിചരണം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ കുറെ നാളൊന്നും അത് മാതൃസസ്യം നിൽക്കുന്ന പോലെ ഒന്നും നിൽക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ പെട്ടെന്ന് പൂക്കുകയും ചെയ്യും, പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അതാണല്ലോ, പെട്ടെന്ന് സാധനം കിട്ടണം എന്നുള്ള രീതിയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പം പൂക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. പക്ഷെ മാതൃസസ്യം നിൽക്കുന്ന പോലെ അനേകം വർഷങ്ങളൊന്നും അത് അങ്ങനെ നിൽക്കില്ല. അപ്പൊ അതിന്റെ സവിശേഷതകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലെയറിംഗ് കൊണ്ട് അല്ലെങ്കിൽ പതിവയ്ക്കൽ കൊണ്ടുണ്ടാകുന്ന ആ ചെടികളുടെ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു ബോക്സിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. വേര് മുളപ്പിക്കൽ ഇങ്ങനെയും തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയ സാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കി വെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. അപ്പൊ വേഗത്തിൽ വേര് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സസ്യ ഹോർമോൺ ആണ് ആക്സിൻ. അത് ജസ്റ്റ് ആ ഒരു പേര് ഓർത്തിരിക്കുക. ആക്സിൻ എന്ന് പറഞ്ഞാൽ അതൊരു സസ്യ ഹോർമോൺ ആണ്. പെട്ടെന്ന് വേര് മുളപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ലായനിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു ഇതാണ് ആക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പേര് കേട്ടാൽ ഓർത്തിരിക്കുക. അതിന്റെ സ്പെല്ലിംഗ് വരുമ്പോൾ AUXIN, നമ്മൾ വായിക്കുന്ന ആക്സിൻ എന്നാണ്. അപ്പൊ തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കി വെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന്
നിലവിലുണ്ട്. അപ്പൊ പെട്ടെന്ന് വേര് പിടിപ്പിക്കാനുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സസ്യ ഹോർമോൺ ആണ് ഇത് നമ്മുടെ ആക്സ് എന്ന് പറയുന്നത്. ഇനി നോക്കി അടുത്ത ഒരു രീതിയാണ് നമ്മുടെ എന്താ കമ്പൊട്ടിക്കല്, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം പതിവയ്ക്കൽ പറഞ്ഞു, നമ്മുടെ ലെയറിങ് പറഞ്ഞു, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ചിത്രം നോക്കൂ, ഈ മാവിന്റെ ഒരു തൈ വേണം, അത് പതിവയ്ക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമോ? മാവിന്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ്. വിത്ത് നട്ടാലോ? മാങ്ങയുണ്ടാവാൻ കുറെ വർഷങ്ങൾ കഴിയും. അതിന് ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ തൈ ഉണ്ടാകുന്നത് എങ്ങനെ? പിന്നെ നമ്മൾ അതാ നോക്കാൻ പോകുന്നത്. അതായത് ഈ മാവിന്റെ തന്നെ അതേ ഗുണങ്ങളും അതേ കാര്യങ്ങളൊക്കെ തന്നെ വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്, അതായത് കൊമ്പൊട്ടിക്കൽ ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ ഒരു രണ്ടിനം മാവുകൾ തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നാടൻ മാവാണ്. നാടൻ മാവിന്റെ പ്രത്യേകതകൾ താരതമ്യേന ചെറിയ മാങ്ങയായിരിക്കും, പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങയാണ്, നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും, പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല. ഇനി നീലമാവാണെങ്കിലോ വലിയ മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്, നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരത്തില്ല, നല്ല പരിചരണം വേണം താനും. അപ്പം ഇത് നാടൻമാവും ഉണ്ട്, അതുപോലെ നമ്മുടെ നീലമാവും ഉണ്ട്. ഇനി നമുക്ക് നോക്കാവേ, ഇത് ഫലത്തിന്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത്? ഈ നീലം മാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെങ്കിലും മേന്മകളുണ്ട്? നമ്മൾ പറഞ്ഞു നാടൻ മാവിനാണെങ്കിൽ പ്രത്യേകം പരിചരണത്തിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ മണ്ണിലാണെങ്കിൽ അത് നന്നായിട്ട് വളരുകയും ചെയ്യും. ചെറിയ മാങ്ങയാണെങ്കിൽ അത്യാവശ്യം നല്ല പുളിയുണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. പക്ഷെ നീലമാവിന് അങ്ങനെയല്ല, നല്ല മധുരമാണ്, പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ പരിചരണം കൊടുക്കണം. അതുപോലെ തന്നെ എന്താ, നമ്മുടെ മണ്ണിൽ അത് വളരാൻ വളരെ ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രത്യേകതകളുണ്ട്. ഇവിടെ എന്താ കമ്പൊട്ടിക്കലിനെ പറ്റി, അതായത് കമ്പൊട്ടിക്കലില് നമ്മുടെ എന്താ ഗ്രാഫ്റ്റിംഗില് 2-3 കുറച്ച് പുതിയ പേരുകൾ വരുന്നുണ്ട്, സ്റ്റോക്ക്, സയൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മാറിപ്പോവാതെ ഓർത്തിരുന്നാൽ മതി. ആ 2 പേരുകൾ ജസ്റ്റ് ഓർത്തിരിക്കുക. അത് എന്താണ് സാധനം, അല്ലെങ്കിൽ സയൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് രണ്ടും ഒന്ന് മാറിപ്പോവാതെ ഓർത്തിരുന്നാൽ മതി. അവിടെ മാറിപ്പോയ ചെറിയൊരു കൺഫ്യൂഷൻ വരും. എന്താണ് സയൺ, എന്താണ് സ്റ്റോക്ക് എന്നുള്ള കാര്യം മാത്രം ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. നോക്കിക്കേ, 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. നോക്കിക്കേ, വേരോട് കൂടിയ ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡില്. അപ്പൊ വേരോട് കൂടിയ ഈ ചെടിയെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. അതൊന്ന് ഓർത്തിരിക്കുക. വേരോട് കൂടിയതാണെങ്കിൽ നമ്മൾ അതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ സയൺ എന്ന് പറയുന്നു. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയണായി തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയത് വേരോട് കൂടിയ ഒരു തൈച്ചെടി നമ്മൾ എടുത്തു, അതാണ് നമ്മുടെ റൂട്ട് സ്റ്റോക്ക്. ഇനി ഇതുപോലെ തന്നെ വേറൊരു നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിന്റെ പോലെ തന്നെ അതേ വണ്ണമുള്ള ഒരു കമ്പ് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് വേരോട് കൂടിയ ഇതൊന്നും അല്ല എടുക്കുന്നത്, ജസ്റ്റ് ഒരു കമ്പാണ്. ഈ റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് നമ്മൾ സയൺ എന്ന് പറയുന്നത്. ഇനി കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിന്റെ അടിവശത്ത് നിന്ന് 15 സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. റൂട്ട് സ്റ്റോക്കിന്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സയണിന്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്ന പോലെ ചെരിച്ച് ചെത്തണം. നോക്കിക്കേ, ഇവിടെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത്ര സെന്റിമീറ്റർ അളവിൽ അത് മുറിച്ചെടുക്കണം, ചെരിച്ച് ആ ഒരു സൂചിമോന പോലെ ആക്കണം, എന്നിട്ട് വേണം അത് ഒട്ടിക്കാൻ, എന്നിട്ട് വേണം കെട്ടിവെക്കാൻ എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ എന്താ ഈ നമ്മുടെ റബ്ബർ നഴ്സറി അല്ലെങ്കിൽ അങ്ങനത്തെ തൈച്ചെടികൾ, അങ്ങനത്തെ നഴ്സറീസിലൊക്കെ ഇതുപോലത്തെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കാറുള്ളതാണ്. പിന്നെ അങ്ങനെ ഈ കൃഷിയോടും അതിനോടൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ ഈ ശാസ്ത്രമേളയിലൊക്കെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സെക്ഷനിലൊക്കെ ഈ ഒരു ഇതുള്ളതാ, നമ്മുടെ എന്താ ബഡ്ഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിങ്, ഇതിനൊക്കെ പ്രത്യേക മത്സരങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെയാണ് കുറച്ചുകൂടി ഒരു എന്താ താല്പര്യമൊക്കെ തോന്നും. ഇത് ഇന്ന അളവിൽ മുറിച്ചാൽ മതി, ഇന്ന അളവിൽ കെട്ടിവെക്കാന്നൊക്കെ ഉള്ളത്. പെട്ടെന്ന് നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടി കേൾക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയൊക്കെ വരും. പക്ഷെ സാരമില്ല, നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ജസ്റ്റ് 2 പേരുകൾ ഓർത്താൽ മതി. എന്താണ് സ്റ്റോക്ക് എന്നുള്ളതും എന്താണ് സയൺ എന്നുള്ളതും അതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പിന്നെ അത് രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ കൊമ്പൊട്ടിക്കല്, ഗ്രാഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇവിടെ തന്നിട്ടുണ്ട്, റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൺ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് സ്റ്റോക്ക്, എന്താണ് നമ്മുടെ എന്താ സയൺ എന്നുള്ളത്. നമ്മൾ പറഞ്ഞു റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്ന ആ വേരോട് കൂടിയ ആ ഒരു
തൈച്ചെടി, അതിനാണ് നമ്മൾ എന്ത് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൂലകാണ്ഡം എന്ന് പറയും അതിന്. ഇനി നമ്മുടെ സയൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് ആ ഒട്ടിക്കാനായിട്ട് അതേ വണ്ണമുള്ള വേറൊരു ചെടിയിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കുന്ന ഒരു കമ്പുണ്ട് ഒട്ടിക്കാൻ വേണ്ടി, അതാണ് നമ്മുടെ സയൺ. അതിന് നമ്മൾ ഒട്ടുകമ്പ് എന്ന് പറയും കേട്ടോ. ഇനി നോക്കിക്കേ, എന്താണ് നമ്മുടെ ഗ്രാഫ്റ്റിംഗ്? നമ്മൾ പതിവയ്ക്കില്ല, നമ്മുടെ ലെയറിംഗ് നമ്മൾ പറഞ്ഞായിരുന്നു, മാതൃസസ്യത്തിന്റെ അതേ രീതിയിലുള്ള ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ലെയറിംഗ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇനി എന്താണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്നാണ് ഇവിടെ പറയുന്നത്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്. അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും, അതാണ് നമ്മുടെ മൂലകാണ്ഡം എന്നും നമ്മൾ പറയും. നമ്മുടെ റൂട്ട് സ്റ്റോക്കിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് നമ്മുടെ മൂലകാണ്ഡം എന്നും, ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്ന് പറയും. അതാണ് നമ്മുടെ എന്താ ഒട്ടുകമ്പ്. ഒട്ടിക്കുന്നതായതുകൊണ്ട് അതിനെ എന്ത് പറയും? ഒട്ടുകമ്പ് എന്ന് പറയും. അപ്പൊ സയണിന് നമ്മൾ എന്താ പറയാ? ഒട്ടുകമ്പ് എന്നും പറയും. അപ്പൊ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് വേരോട് കൂടിയ നമ്മൾ ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ചെടിയുണ്ട്, നമ്മുടെ റൂട്ട് സ്റ്റോക്ക്. അപ്പൊ ആ റൂട്ട് സ്റ്റോക്ക് അതിനെയാണ് നമ്മൾ മൂലകാണ്ഡം. നമ്മൾ വേരോട് കൂടി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവ്. ഇവിടെ മൂവാണ്ടൻ മാവാണ് എന്ത് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, വേരോട് കൂടി. ഇതിലേക്ക് ആരെയാണ് നമുക്ക് ഒട്ടിച്ചു ചേർക്കേണ്ടത്? നമ്മുടെ നീലം മാവ്. നീലം മാവിൽ നിന്ന് നമ്മൾ ഏകദേശം ആ റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് നമ്മൾ മുറിച്ചെടുത്ത് അതിനെയാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. ഇവർ തന്നിരിക്കുന്ന 15 സെന്റിമീറ്റർ ഒക്കെ എടുത്ത് മുറിച്ച് ചെരിച്ചൊക്കെ മുറിച്ച് നമ്മൾ പോളിത്തീൻ കവറൊക്കെ ചെയ്ത് കെട്ടിവെക്കുവാണ്. അപ്പൊ അങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന കമ്പിനെ നമ്മൾ പറയുന്നതാണ് ഒട്ടുകമ്പ് അല്ലെങ്കിൽ സയണ്. അപ്പം സ്റ്റോക്കും സയണും കിട്ടിയോ? സ്റ്റോക്ക് എന്ന് പറയുമ്പം ഏത് ചെടിയാണോ വേരോട് കൂടിയിരിക്കുന്ന ഏത് ചെടിയിലേക്കാണോ നമ്മൾ ഒട്ടിക്കേണ്ടത് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏത് ചെടിയാണോ വേണ്ടത് അതാണ് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. വേരോട് കൂടിയത് റൂട്ട് സ്റ്റോക്ക്, ആ പേര് തന്നെ ഓർത്താൽ മതി. വേരോട് കൂടിയ ഏത് തൈച്ചെടിയാണോ അതാണ് നമ്മുടെ മൂലകാണ്ഡം എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് ആരെയാണോ ഒട്ടിച്ചു ചേർക്കേണ്ടത് അതാണ് നമ്മുടെ ഒട്ടുകമ്പ്, അതായത് സയൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കൊമ്പൊട്ടിക്കൽ എന്ന ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഇത് നമ്മുടെ കൊമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കൊമ്പൊട്ടിക്കൽ. നമ്മൾ മുമ്പ് ലെയറിങ് കണ്ടു, അടുത്താണ് നമ്മുടെ കൊമ്പൊട്ടിക്കലാണ്. ഇത് നോക്കിക്കേ, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള പരിചരണം, നമുക്ക് അധികം പരിചരണം കൊടുക്കേണ്ടതായിട്ടും വരുന്നില്ല. പിന്നെ പുളിയുള്ളതും മധുരമുള്ളതായിട്ടോ 2 രീതിയിലുള്ള മാങ്ങകൾ അതിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അതിന്റെ പ്രത്യേകതകൾ തന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇനി നോക്കിക്കേ, മുകുളം ഒട്ടിക്കൽ. നമ്മൾ അടുത്ത് ഇത് ലെയറിങ് കണ്ടു, പിന്നെ ലെയറിങ്ങിന്റെ അകത്ത് തന്നെ നമ്മൾ നാഗപതിവയ്ക്കൽ കണ്ടു, വായുവിൽ പതിവയ്ക്കലും കണ്ടു. അടുത്ത് നമ്മുടെ ഗ്രാഫ്റ്റിങ് കൊമ്പൊട്ടിക്കൽ കണ്ടു. ഇനി അടുത്ത് കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ബഡ്ഡിങ്, അതായത് നമ്മുടെ മുകുളം ഒട്ടിക്കൽ. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം നമ്മൾ മുകുളമാണ് ഒട്ടിക്കുന്നത്, ബഡാണ് ഒട്ടിക്കുന്നത്. നോക്കിക്കേ, കമ്പിന് പകരം മുകുളം എടുത്താലോ എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബഡ്ഡിങ്ങിന്റെ അകത്ത് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കലിന്റെ അകത്ത് നമ്മൾ ഒരു ചെടിയുടെ കമ്പിന് പകരം മുകുളമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിക്കുന്നത്. നേഴ്സറികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന റബ്ബർ തൈകൾ കണ്ടിട്ടില്ലേ? നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നേഴ്സറികളിൽ ഇങ്ങനെ റബ്ബർ തൈകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ബഡ് തൈകളുടെ പരസ്യം നോക്കൂ. നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ബഡ് തൈകൾ തയ്യാറാക്കുന്നത്? നോക്കിക്കേ, എന്താണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഏകദേശം എല്ലാത്തിന്റെയും ഡെഫിനിഷൻ ഏകദേശം സെയിം ആയിട്ട് തന്നെ വരും, പക്ഷെ എല്ലാം മാറിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വാക്കുകളുടെ എല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ പഠിക്കാം. മുകുളം ഒട്ടിക്കലാണെങ്കിൽ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മുടെ മുകുളം ഒട്ടിക്കൽ. നമ്മുടെ കൊമ്പൊട്ടിക്കലാണെങ്കിൽ ആ മുകുളത്തിന് പകരം അവിടെ കൊമ്പെന്നുള്ള വാക്ക് ചേർത്താൽ മതി.
ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കൊമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടി മറ്റൊരു സസ്യത്തിലേക്ക് നമ്മൾ ഒട്ടിച്ചേർത്ത് മികച്ച ഇങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. ഇവിടെ ഈ ബഡ്ഡിങ് വരുമ്പോൾ അവിടെ ആ മുകുളം എന്നുള്ള ഒരു വാക്ക് നമ്മൾ ചേർത്താൽ മതി. ഇനി നോക്കിക്കേ, മുകുളം ഒട്ടിക്കുന്നതിന്റെ ഘട്ടങ്ങൾ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയാന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നല്ല ഇനം പ്ലാവിന്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതാണ് നമ്മുടെ സയൺ. ഒട്ടിക്കുന്ന സാധനമാണ് ഇത് നമ്മുടെ സയൺ എന്ന് പറയുന്നത്. ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് റൂട്ട് സ്റ്റോക്ക് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറംതൊലി ചെത്തി മാറ്റുക. അപ്പം എവിടെയാണോ ഒട്ടിക്കാനുള്ളത് അതിൽ നിന്ന് ആ പുറംതൊലി ചെത്തി മാറ്റുക. നമ്മൾ മുകുളം എടുത്തു, നമ്മുടെ സയൺ എടുത്തു, ഇനി സയൺ കൊണ്ട് ഒട്ടിക്കേണ്ടത് എവിടെയാണ്? റൂട്ട് സ്റ്റോക്കിലാണ് കൊണ്ട് ഒട്ടിക്കേണ്ടത്. അപ്പൊ റൂട്ട് സ്റ്റോക്കിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് അതിന്റെ പുറംതൊലി ഇച്ചിരി ചെത്തി മാറ്റുന്നുണ്ട്. പിന്നെ അടുത്തത്, റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്ത് കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റുന്നതാണ്. അപ്പം ബഡ്ഡിങ്ങിന്റെ ഘട്ടങ്ങൾ ഇത്രയുള്ള, അതായത് നമ്മുടെ ആദ്യം സയൺ, അതായത് മുകുളം നമ്മൾ ആദ്യം ചെത്തിയെടുത്തു. അതുപോലെ തന്നെ മുകുളം എവിടെയാണോ ഒട്ടിക്കേണ്ടത് ആ റൂട്ട് സ്റ്റോക്ക് അതിന്റെ ഒരു പുറന്തൊലി കുറച്ച് ഭാഗം മാറ്റിയിട്ടാണ് നമ്മൾ അതിലേക്കാണ് ചേർത്ത് വെക്കുന്നത്. എന്നിട്ട് പോളിത്തീൻ കവർ കൊണ്ടൊക്കെ കെട്ടി വെക്കുന്നു. പിന്നെ സ്റ്റോക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെത്തി വിടുന്നു. പിന്നെ അത് കൃത്യമായിട്ട് വളരുന്നതനുസരിച്ച് നമ്മൾ പറമ്പിലേക്കൊക്കെ മാറ്റി നടുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ മുകുളം ഒട്ടിക്കുന്ന രീതി അഥവാ ബഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളാൽ ഇത് ഓർത്തിരിക്കേണ്ടതാണ്. ഇതിന്റെ ഘട്ടങ്ങളായ നമ്മൾ ബഡ്ഡിങ്, ലെയറിങ്, പിന്നെ നമ്മുടെ ഗ്രാഫ്റ്റിംഗ്, ഇത്ര എണ്ണത്തിന്റെ ഘട്ടങ്ങൾ കണ്ടു. എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അത് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെയാണോ, ഇത് 8 സെന്റിമീറ്റർ ഇതാണോ, അങ്ങനെ കാണാതെ ഒന്നും പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാണാൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലാത്തവരെ ജസ്റ്റ് ഒന്ന് വായിക്കുക, മനസ്സിലാക്കിയിരിക്കുക. അതായത് ലെയറിംഗ് എന്ന് പറയുമ്പോൾ, നമ്മുടെ പതിവയ്ക്കൽ എന്ന് പറയുമ്പോൾ എന്താ, മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കൊമ്പൊട്ടിക്കൽ ആണെങ്കിലോ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിലോ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ കമ്പൊട്ടിക്കൽ. ഇനി മുകുളം ഒട്ടിക്കൽ, നമ്മുടെ ബഡ്ഡിംഗ് ആണെങ്കിലോ അതെന്താ, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മുടെ മുകുളം ഒട്ടിക്കൽ. അപ്പൊ ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. ബാക്കി ഘട്ടങ്ങൾ പഠിക്കാൻ നിർബന്ധം പഠിക്കില്ല. എന്നാലും ഇങ്ങനെയൊക്കെയാണ് എല്ലാം ഒരു സാധനത്തിൽ നിന്ന് തൊലി ചെത്തിയെടുക്കുന്നുണ്ട്, മറ്റേ സാധനത്തോട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് എല്ലാത്തിൻ്റെ അകത്തും ചെയ്യുന്നത്. പക്ഷെ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇന്നതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്, ഇന്നതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സയണും സ്റ്റോക്കും ആ പേരുകളും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അത് നോക്കിയാൽ നമ്മുടെ വർഗസങ്കരണം, അതായത് ഹൈബ്രിഡൈസേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന മുളക് ചെടികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നമ്മുടെ പച്ചമുളകുണ്ട്, അതുപോലെ നമ്മുടെ കാന്താരി മുളകുണ്ട്. നോക്കിക്കേ, ഈ 2 ഇനങ്ങളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം? ഇത്തരത്തിൽ ഒരു തൈ എങ്ങനെ ഉണ്ടാക്കാം? 2 ചെടികളുടെയും നല്ല ഗുണങ്ങൾ അടങ്ങിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാലോ? നമുക്കറിയാം പരാഗണം വഴിയാണ് വിത്ത് ഉണ്ടാകുന്നത്. വിവിധ തരത്തിലുള്ള പരാഗണ രീതികളുണ്ട്. അതായത് സ്വയം പരാഗണമുണ്ട്, അതുപോലെ തന്നെ പരപരാഗണമുണ്ട്. സ്വയം പരാഗണമുണ്ട്, പരപരാഗണം. സ്വയം പരാഗണം എന്ന് പറയുമ്പോൾ എന്താ, അതിലെ മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ തന്നെയായിരിക്കും പരാഗണം നടത്തുമ്പം ഈ ഒരു ചെടി ഇവിടെ നിന്ന് പരാഗണ രേണുക്കൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഈ മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെയായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ പരപരാഗണം എന്ന് പറയുമ്പോൾ അടുത്ത വേറൊരു ചെടിയിൽ നിന്നാണ് ഈ ഒരു ചെടിയിലേക്ക് പരപരാഗണം നടക്കുന്നത്. അപ്പം അതിന്റെ പ്രത്യേകതകളാണ് വരുന്നത്. അല്ല മാതൃസസ്യത്തിന്റെ അല്ല, നമ്മൾ അമ്മയിൽ നിന്ന് കുഞ്ഞുണ്ടാകുന്ന ആ ഒരു അമ്മയുടെ ഗുണങ്ങൾ ആ കുഞ്ഞിന് ലഭിക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനല്ല, 2 ചെടികളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളും പ്രത്യേകതകളും ഉണ്ട്. അതാണ് ഇവിടെ പരാഗണം. നമുക്കറിയാം വിത്ത് മുളയ്ക്ക് പരാഗണം വഴിയാണ് ഒരു വിത്ത് ഉണ്ടാകുന്നത്. അപ്പൊ അതിലെന്താ സ്വപരാഗണം ഉണ്ട്, അതുപോലെ തന്നെ പരപരാഗണം ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, പ്രാണികൾ വഴി പരാഗണം നടന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മുളക് ചെടികൾ തമ്മിലാണ് പരാഗണം നടന്നതെന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? പ്രാണികൾ വഴിയും പരാഗണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികൾ നമുക്ക് ഈ 2 ആ പൂക്കൾ തമ്മിൽ നമുക്ക് തന്നെ ഉരച്ച് ആ ഒരു രീതിയിൽ പരാഗണം നടത്താനും കഴിയും. അപ്പൊ പ്രാണികൾ വഴിയുള്ള പരാഗണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഈ ചെടികൾ തമ്മിൽ ഇതൊരു സിനിമയ്ക്കകത്ത്
ഈ സൂര്യ മോഹൻലാലിനോട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്താൽ പൂമ്പൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പരാഗണം നടക്കും എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് പരാഗണം നടത്താനായിട്ട് പറ്റും. അപ്പൊ പുതിയ ഒരു അതേ ഗുണവും നമ്മൾ ഈ ലെയറിങ്ങും അല്ലെങ്കിൽ നമ്മുടെ കൊമ്പൊട്ടിക്കൽ ആ ഒരു വഴി അല്ലാതെ തന്നെ ഇതുപോലെയുള്ള ചെറിയ സസ്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പരാഗണം വഴിയും നമുക്ക് ആ ഒരു സസ്യത്തിന് അല്ലെങ്കിൽ മാതൃസസ്യത്തിന്റെ തന്നെ ഗുണങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു സസ്യത്തിന്റെ ഗുണങ്ങൾ നമുക്ക് വേറൊരു ചെടിയിലേക്ക് ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കി, ഇതാണ് പറഞ്ഞ കൃത്രിമ പരാഗണം. താഴെ നൽകിയിട്ടുള്ള കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ പരിശോധിക്കും. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. നിങ്ങൾ ആറാം ക്ലാസ്സിലെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ആ ഡെയിലി ലിങ്ക് വഴി പോകുന്നുണ്ടോ? നിങ്ങളതെല്ലാം കണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാം പഠിച്ചു പോകുന്നുണ്ടല്ലോ അല്ലെ? അതിനകത്ത് നമ്മൾ ആ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ അകത്തൊക്കെ ഈ പരാഗണ രേണുക്കൾ അല്ലെങ്കിൽ പൂവിന്റെ ഒക്കെ ഭാഗങ്ങൾ ഓരോന്നെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ ഈ കേസരപുടങ്ങളും അല്ലെങ്കിൽ ആൺലിംഗാവയവം അല്ലെങ്കിൽ പെൺലിംഗാവയവം ഏതൊക്കെയെന്നൊക്കെ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. അതിൽ പറയുന്നതാണ് സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. സ്വപരാഗണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ട്. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണ രേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കിട്ടുന്നു. ഇത് കൃത്രിമ പരാഗണത്തിന്റെ കാര്യമായിട്ടോ പറയാം. നമ്മൾ കൃത്രിമമായിട്ട് പരാഗണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ വേറൊരു പൂവിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് പൊതിഞ്ഞു കെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗണ രേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. അപ്പൊ ഇതേ ഇനത്തിൽപ്പെട്ട വേറൊരു ചെടിയിൽ നിന്ന് പരാഗണ രേണുക്കൾ ഇങ്ങനെ ബ്രഷിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗണ രേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. കണ്ടോ? അതായത് നമ്മൾ ഏത് പൂവാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിലെ കേസരങ്ങൾ നമ്മൾ ആദ്യം മുറിച്ചു കളയും, അല്ലെങ്കിൽ ആ കേസരപുടങ്ങൾ അതിൽ വഴിയാണ് നമുക്ക് പരാഗണം നടക്കുന്നത്. അപ്പം ആ കേസരപുടങ്ങൾ അത് മുറിച്ചു കളയുന്നു, കേസരങ്ങൾ. പിന്നെ എന്നിട്ട് അത് വേറെ നമ്മുടെ ചിത്രശലഭങ്ങൾ അല്ലെങ്കിൽ വണ്ടുകൾ അവയിൽ നിന്നൊന്നും പരാഗണങ്ങൾ ഇങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് പൊതിഞ്ഞു കെട്ടുന്നു. പിന്നെ നമ്മൾ ഏത് ചെടിയിൽ നിന്നാണോ നമുക്ക് ആ പരാഗണം നടത്തേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏത് ചെടിയിലെ പൂവിന്റെ പ്രത്യേകതകളാണ് നമുക്ക് ഈ പൂവിലേക്ക് വേണ്ടതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ കേസരങ്ങൾ ബ്രഷിൽ കളക്ട് ചെയ്തിട്ട് പിന്നെ ആ മൂടി വെച്ചിരിക്കുന്ന പൂവിന്റെ അകത്ത് കൊണ്ടേ നമ്മൾ അതുമായിട്ട് പതിപ്പിക്കുന്നു. അതിൽ ആ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. പിന്നെ വീണ്ടും അത് കെട്ടിവെക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കൃത്രിമ പരാഗണം നടത്തുന്നത്. അപ്പൊ ഇതാണ് കൃത്രിമ പരാഗണം. ഞാൻ മുമ്പേ ആ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് രണ്ട് പൂക്കൾ തമ്മിൽ അങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെ കുറെ സമയം എടുക്കും അതിന് തന്നെ. പക്ഷെ ഇത് വേറൊരു രീതിയിൽ അത് പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ കൃത്രിമമായിട്ട് പരാഗണം ചെയ്യുന്നത്. അല്ലാത്തത് നമ്മൾക്കറിയാം പ്രാണികൾ അല്ലെങ്കിൽ പൂമ്പാറ്റകൾ ഇവ വഴിയാണ് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പരാഗണം നടക്കുന്നത്. അല്ലാതെ തന്നെ നമ്മൾ പറയും ഇപ്പൊ മേളിൽ നിൽക്കുന്ന പൂവ് അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന പൂവ്, അത് മേളിലത്തെ ആ പൂവിൽ നിന്നുള്ള ഈ കേസരങ്ങൾ താഴത്തെ പൂവിലേക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് വീഴുന്ന ആ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഉള്ളതാണ് വേറെ ഒന്നാണ് കൃത്രിമ പരാഗണം. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെയാണ് കൃത്രിമ പരാഗണം നടത്തുന്നതെന്നുള്ള. കൃത്രിമ പരാഗണത്തിന്റെ അത് നമ്മുടെ ആ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ മനുഷ്യർ അതിനെ ഹെൽപ്പ് ചെയ്യാനെന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം എന്ന രീതിയിൽ അതിനകത്ത് വരുന്നുണ്ട്. അല്ലാതെ വരുന്നതാണ് സ്വപരാഗണവും പരപരാഗണവും. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? അതായത് പൂ വിരിഞ്ഞ ഉടനെയാണോ, പൂ നന്നായിട്ട് വിരിഞ്ഞ ശേഷമാണോ, പൂ വാടാൻ തുടങ്ങുമ്പോഴാണോ? പൂ നന്നായി വിരിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇത് കൃത്രിമ പരാഗണം ചെയ്യുന്നത് പൂ നന്നായിട്ട് വിരിഞ്ഞ ശേഷമാണ്. ഇനി നോക്കിയ വർഗസംകരണം, ഇത് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം അഥവാ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതാണ് പക്ഷെ വ്യത്യസ്ത ഗുണങ്ങളുള്ളതാണ്. അങ്ങനെയുള്ള രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വർഗസങ്കരണം. രണ്ട് ചെടികളാണ് അതിന് പക്ഷെ ഒരേ വർഗത്തിലാണ്. ഒരേ വർഗത്തിൽ ഇപ്പം ചെമ്പരത്തിപ്പൂ എടുത്താൽ ഒരേ വർഗത്തിലുള്ളതാണത്. പക്ഷെ രണ്ട് ഗുണങ്ങളായിരിക്കും. അതായത് ഇപ്പൊ എന്തെങ്കിലും വെള്ള ചെമ്പരത്തി അല്ലെങ്കിൽ ചുമല ചെമ്പരത്തി കാണും, നമ്മുടെ ക്രീം കളറിലുള്ളത് കാണും. അപ്പൊ അങ്ങനെ അതിന് വ്യത്യസ്ത ഗുണങ്ങളാണ് ഉള്ളത്. പക്ഷെ ഈ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിൽ പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകളെ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ.
അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇവയാണ് നമ്മുടെ സങ്കരയിനം വിത്തുകൾ. അതാണ് നമ്മുടെ ഈ സങ്കരയിനം വിത്തുകൾ പരിചയപ്പെടാം. ഇതും ക്വസ്റ്റ്യനിൽ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നോക്കിക്കേ, മുളകിന്റെ സങ്കരയിന വിത്തുകളുടെ പേരാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. ഇത് പഠിക്കണേ, ഈ ടേബിൾ പഠിക്കണം. പയറ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരണ്. ഇത് പല ആവർത്തി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ സങ്കരയിനത്തിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഇതിന്റെ ഏതാണ്, അങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ കുറച്ചുകൂടെ പേരുകൾ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. അതിന് ഗ്രൂപ്പിൽ ഇട്ട് തരാവേ. 2 വീതമല്ല, അതിലൊരു 3-4 തരുന്നുണ്ട്. പക്ഷെ ഇത് കാണാൻ പിടിക്കുക ഇച്ചിരി പാടാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കണക്ട് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പേര്, അല്ലെങ്കിൽ ഇതിന്റെയാണ്. നെല്ലിന്റെ ഒക്കെ ആകുമ്പം പവിത്ര, അന്നപൂർണ, അതൊക്കെ ആ പേരുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. പിന്നെ ചിലതിന്റെയൊക്കെ നമുക്ക് ഇച്ചിരി ഒരു പാട് വരും, കൺഫ്യൂഷൻ വരും. ഇത് ഇതിന്റെ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഞാനിത് അങ്ങനെ തന്നെ കാണാൻ പഠിക്കണം. ചിലപ്പോൾ ഇത് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ഞാൻ അങ്ങനെ പറയില്ല. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് പല ആവർത്തി. പഠിക്കേണ്ട ഒരു ടോപ്പിക്കുമാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയും കണക്ട് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഈ 2 പഠിച്ചു വെക്കുക ഇതിന്റെ. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ്, നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഒരു 3-4 ഒക്കെ ഓരോന്നിനും ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഈ 2 നിങ്ങൾ പഠിക്കുക കേട്ടോ. ബാക്കി 3-4 പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഈ 2 വെച്ചിട്ടുള്ള ഏതായാലും പഠിക്കുക. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കിയാൽ മതി. മുളകിന്റെ ആണെങ്കിൽ ഉജ്ജ്വല, ജ്വാലാമുഖി. പയറ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങാണെങ്കിൽ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ടയാണെങ്കിൽ സൽകീർത്തി, കിരണ്. നോക്കിയ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരള കാർഷിക സർവകലാശാല, KU മണ്ണൂത്തി, തൃശ്ശൂര്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? നമ്മുടെ മണ്ണൂത്തി, തൃശ്ശൂര്. ഞാൻ ജസ്റ്റ് പേര് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇനി നോക്കിക്കേ, കേന്ദ്ര കിഴങ്ങുവിള, അതായത് CTCRI. ഇതാണ് പലതവണ ചോദിച്ചിട്ടുള്ളത്. ശ്രീകാര്യം, തിരുവനന്തപുരം. CTCRI ഇത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? നമ്മുടെ ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. ഇനി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം, കോട്ടയംകാരുടെയാണ് റബ്ബർ നമ്മൾ പറയും, അതുകൊണ്ട് കോട്ടയം അത് ഓർത്തിരിക്കുക. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. അപ്പൊ ഈ 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇത് കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂര്. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് നമ്മുടെ ശ്രീകാര്യം, തിരുവനന്തപുരം. പിന്നെ നമ്മുടെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് RRII ആണെങ്കിൽ അത് നമ്മുടെ കോട്ടയമാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് നമ്മുടെ കാസർഗോഡ്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഓക്കെ. മണ്ണൂത്തി, തൃശ്ശൂരിലുള്ളത് നമ്മുടെ കേരള കാർഷിക സർവകലാശാല. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ കോട്ടയം ഓർക്കുക. തോട്ടവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് നമ്മുടെ കാസർഗോഡാണ്. പിന്നെ ഒരെണ്ണം കൂടി ഉള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. ഇതിൻ്റെ അകത്ത് അത് പറയുന്നില്ല, അതുകൂടെ എഴുതിക്കോ. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, IISR എന്ന് പറയും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. ഞാൻ പകുതി എഴുതുന്നു കേട്ടോ, എന്റെ സ്ക്രീൻ ചെറുതായതുകൊണ്ട്. അപ്പൊ അത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് നമ്മുടെ കോഴിക്കോടാട്ടോ. നമ്മുടെ കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഏതൊക്കെയാണ്? കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി, കണ്ണൂര്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബറിന്റെ ആണെങ്കിൽ നമ്മുടെ കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് കാസർഗോഡ്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണെങ്കിൽ നമ്മുടെ എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പൊ ഇത്ര ഓർത്തിരിക്കണേ. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ്. പലതവണ ഇതിന്റെ ചോദിച്ചിട്ടുള്ളതാണ്. ഏത് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതെന്നാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കാം. മണ്ണൂത്തി ആണെങ്കിൽ നമ്മുടെ കേരള കാർഷിക സർവകലാശാല. ശ്രീകാര്യം ആണെങ്കിൽ കിഴങ്ങുവിള. കോഴിക്കോടാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. കോട്ടയം ആണെങ്കിൽ റബ്ബർ റിസർച്ച്. തോട്ടവിളയാണെങ്കിൽ കാസർഗോഡ്. അതും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായതും. ഇത് നോക്കി, ഇവിടെ CPCRI നമ്മുടെ കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ പടമൊക്കെ തന്നിട്ടുണ്ട്. ഇത് നോക്കി, വിത്തും വിളവും, അതായത് ഇത് സൽകീർത്തി ഇനമാണ്, നിറയെ കായകൾ കണ്ടോ. വെണ്ടയുടെ ഒരു സങ്കര ഇനം പറഞ്ഞിരിക്കുന്നത് സൽകീർത്തി. അപ്പൊ സൽകീർത്തി ആരുമായിട്ട് ബന്ധപ്പെട്ട?
നമ്മുടെ വെണ്ടയായിട്ട് ബന്ധപ്പെട്ടാണ് സൽകീർത്തി. ഞാനും സൽകീർത്തി തന്നെയാണ്, പക്ഷെ വിളവ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മികച്ച വിളവ് ലഭിക്കാൻ നമുക്ക് എന്താ, നല്ല വിത്ത് മാത്രം പോരാ, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ വേണം, പിന്നെ എന്താ, നല്ല മണ്ണ് വേണം. അപ്പൊ അതെല്ലാം എന്തുമായിട്ട്, പിന്നെ നമ്മൾ വളമിട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ വളമിട്ട് കൊടുക്കണം. പിന്നെ മണ്ണിന്റെ പ്രത്യേകതകൾ, നല്ല മണ്ണായിരിക്കണം. അല്ലാതെ ജസ്റ്റ് വിത്ത് മാത്രം നല്ലതായതുകൊണ്ട് ഒരു സസ്യവും നന്നായിട്ട് വളരണമെന്നില്ല. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ, വളക്കൂറുള്ള മണ്ണ് വേണം, കാലാവസ്ഥ അനുകൂലമായിരിക്കണം. പിന്നെ എന്താ, നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ അത് നല്ല ജൈവവളമാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് തന്നെ വളരും. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ അതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വളക്കൂറുള്ള മണ്ണ് ലഭിക്കാൻ എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? ചാണകമുണ്ട്, യൂറിയ ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ ജൈവപരമായിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റുകൾ, അതെല്ലാം നമ്മുടെ മണ്ണിന് നല്ലതാണ്. നല്ല വളക്കൂറുള്ള മണ്ണ് ലഭിക്കുന്നതിന് വേണ്ടി ജൈവപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ലതാണ്. അല്ല നമ്മൾ കീടനാശിനികളൊക്കെ അടിച്ചാൽ അത് മണ്ണിനും എന്താ ഉപയോഗമില്ല, അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും കേടാണ്. ഇനി നോക്കിക്കേ, ഇവിടെ കുറച്ച് എന്താ വളങ്ങള്, ജൈവവളങ്ങള്, രാസവളങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. ഇതില് ഏതൊക്കെയാണ് ജൈവവളങ്ങൾ, ഏതൊക്കെയാണ് രാസവളങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും വേണം നമുക്ക് ചോദിക്കാം. നോക്കിയേ, കോഴിക്കാഷ്ടം, അതുപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് വളം, പിന്നെ നമ്മുടെ എല്ലുപൊടി, പിന്നെ ഇവിടെ ചാണകവും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഏതിൻ്റെ അകത്ത് വരുന്ന? നമ്മുടെ ജൈവ വളങ്ങളുടെ അകത്ത് വരുന്ന. ഇനി NPKയും യൂറിയയും ഒക്കെ എവിടെ വരും? നമ്മുടെ രാസവളങ്ങളുടെ അകത്ത് വിടും. അപ്പൊ അതങ്ങനെ ഓർത്തിരുന്നാൽ മതി. കമ്പോസ്റ്റ് അല്ലെങ്കിൽ കോഴിക്കാഷ്ടം, നമ്മുടെ ചാണകം, എല്ലുപൊടിയൊക്കെ ജൈവവളമാണ്. യൂറിയയും NPK എല്ലാം രാസവളങ്ങളാണ്. ഇനി നോക്കി, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി, അത്രേ നമുക്ക് ഓർക്കാനുള്ളൂ. ഡോക്ടർ MS സ്വാമിനാഥൻ. കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. ഇന്നിപ്പോ 2024 തീരുവാണല്ലോ, അപ്പൊ 2023 അദ്ദേഹം മരിച്ചത്. MS സ്വാമിനാഥൻ അറിയപ്പെടുന്നത് എങ്ങനെയാ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളെ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കു കിഴക്ക് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളായിരുന്നു. മാർക്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര ഓർത്താൽ മതി. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ഡോക്ടർ MS സ്വാമിനാഥൻ. ആ ഒരു പേര് ഓർത്തിരിക്കുക, ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞാൽ അത് ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. പിന്നെ നമ്മൾ ധവള വിപ്ലവത്തിന്റെ ആണെങ്കിൽ നമ്മൾ പറയും വർഗീസ് കുര്യൻ, അല്ലെ? അപ്പൊ അതുപോലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? നമ്മുടെ ഡോക്ടർ MS സ്വാമിനാഥൻ. ഇനി അടുത്ത് നോക്കിയാൽ ജൈവവളങ്ങളും രാസവളങ്ങളും, അതിന്റെ പ്രത്യേകതകളൊക്കെ തന്നിരിക്കുന്നത്. ജൈവവളങ്ങള് ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവിൽ വേണ്ടിവരും, മണ്ണിന് ദോഷകരമല്ല, ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. ഇതെല്ലാം ജൈവവളങ്ങളുടെ പ്രത്യേകതകളാണ്, ഓർത്തിരിക്കണേ. ജൈവവസ്തുക്കളിൽ നിന്നാണ് ലഭിക്കുന്നത്, കൂടുതൽ അളവിൽ വേണ്ടിവരും, മണ്ണിന് ദോഷമല്ല, ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. രാസവളങ്ങളാണെങ്കിലോ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു, കുറഞ്ഞ അളവിൽ മതി, അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു, ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാം. ഇതാണ് രാസവളങ്ങളുടെ പ്രത്യേകതകൾ. ഇനി ഇവിടെ ഒരു ജീവാണു വളം, അതായത് മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പൈറലം എന്നിവ ജീവാണു വളങ്ങൾക്ക് ഉദാഹരണമാണ്. ജീവാണു വളം, അതായത് സൂക്ഷ്മജീവികളെ ഉപയോഗിച്ചുള്ള ഒരു വളപ്രയോഗ രീതിയാണ് നമ്മുടെ ജീവാണു വളം. അത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ജൈവവളവും രാസവളവും പറഞ്ഞ കൂടെ തന്നെ ജീവാണു വളത്തിന്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി കീടനിയന്ത്രണം, നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പൊതുവെ വിഷമടിക്കാന്ന് പറയും, പക്ഷെ അതല്ലാതെ നമുക്ക് ജൈവപരമായി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കീടനിയന്ത്രണം നടത്താം എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, ഞാൻ നന്നായി രാസകീടനാശിനി തളിക്കും, ഒറ്റ പ്രാണിയില്ലെന്ന്. ഞാൻ പുകയില കഷായമാണ് തളിക്കുന്നത്, പ്രാണികൾ കുറെയൊക്കെ പോയി. വിളക്ക് കെണി വെച്ചും പ്രാണികളെ നശിപ്പിക്കാം കേട്ടോ. പ്രാണികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ പറഞ്ഞിരിക്കുക. നമുക്കറിയാം ജൈവ കീടനാശിനികളാണെങ്കിൽ വളരെ നല്ലതാണ്. അതിൽ വരുന്നതാണ് നമ്മുടെ ഈ പുകയില കഷായം, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൽഷൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ എന്താ ജൈവ കീടനാശിനികൾ പെടുന്നതാണ്. പിന്നെ നമ്മുടെ ജൈവ വളങ്ങളായ ചാണകം അല്ലെങ്കിൽ എല്ലുപൊടി, കോഴിക്കാഷ്ടം, അതൊക്കെ ജൈവ വളങ്ങളിൽ പെടും. അപ്പൊ ഈ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്താ മണ്ണിനും നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും നല്ലതാണ്. പിന്നെ ഈ പ്രാണികളിൽ നിന്നൊക്കെ
എന്താ കുത്തലേൽക്കാതെ അല്ലെങ്കിൽ പ്രാണികൾ നശിപ്പിക്കാതെയൊക്കെ അത് നോക്കിയോളും. നമ്മളല്ലാതെ ഈ രാസവളങ്ങൾ അങ്ങനത്തെ കീടനാശിനികളൊക്കെ അടിക്കുമ്പോഴാണ് കൂടുതലും മണ്ണിനെ അത് അഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ചെടികളെ അഫക്റ്റ് ചെയ്യും. എന്നൊക്കെ കീട നിയന്ത്രണ മാർഗങ്ങൾ ജൈവ നിയന്ത്രണമുണ്ട്, യാന്ത്രിക നിയന്ത്രണമുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ നമുക്കത് അങ്ങനെ ചോദിക്കില്ല. പിന്നെ ഈ കീടനാശിനികള്, ജൈവ കീടനാശിനികൾ ഏതൊക്കെയാന്നുള്ള പേരുകളൊന്ന് ഓർത്തിരുന്നാൽ മതിയേ. ഓക്കെ, പുകയില കഷായം ഉണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ വേപ്പൺ ഡൈമൽഷൻ ഉണ്ട്, വെളുത്തുള്ളി കാന്താരി മിശ്രിതമുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പെടുന്നതാണ്, ജൈവ കീടനാശിനികളിനകത്ത് പെടുന്നതാണ്. ഇനി ഇവിടെ പുകയില കഷായം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അല്ല നമുക്ക് അങ്ങനെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയൊന്നും ചോദിച്ചിട്ടില്ല. 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക. ഇത് പിഴിഞ്ഞരിച്ചെടുക്കുക. ഇതില് 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇത്രയേ ഉള്ളൂ. അത് ചെടികൾക്ക് തളിക്കാം. ഇത് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. അത് നല്ലൊരു ജൈവ കീടനാശിനിയാണെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്നും ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഓർത്തിരിക്കുക, പുകയില കഷായം അതെ, വേപ്പെണ്ണ എമൽഷൻ അതെ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം ഒക്കെ നമ്മുടെ ജൈവ കീടനാശിനികളിൽ പെടുന്നതാണ്. ഇനി നമ്മളിങ്ങനെ എന്താ മികച്ച വിളവ് ലഭിക്കാൻ സഹായകമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കൃഷി രീതികളാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെ നമ്മുടെ അടുക്കളത്തോട്ടം, മട്ടുപ്പാവില് നമ്മൾ കൃഷി എന്താ പച്ചക്കറിത്തോട്ടം നമ്മുടെ വീടുകളിലെല്ലാം വേണമെന്നാണല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം വരുന്നത് ഇതാണ്, എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കാണാതെ തന്നെ പഠിക്കണം, മാറിപ്പോകരുത്. കാണാതെ തന്നെ പഠിക്കണം, എഴുതി എഴുതി തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻ വരുന്നതാണ്. പട്ടുനൂൽപ്പുഴു വളർത്തല് പറയുന്ന പേരെന്താണ്? സെറികൾച്ചർ. പട്ടുനൂൽപ്പുഴു അങ്ങനെ തന്നെ എഴുതി പോവുക. പട്ടുനൂൽപ്പുഴു നേരെ ഒരു ബാർ ഇടുക, എന്ത് വരും? സെറികൾച്ചർ. ഇനി നമ്മുടെ പുഷ്പങ്ങൾ, അതായത് പൂക്കള്, അതിന്റെ കാർഷിക രീതി നമ്മൾ പറയുന്നതാണ് ഫ്ലോറികൾച്ചർ. ഇനി തേനീച്ച വളർത്തലാണെങ്കിൽ നമ്മുടെ എപ്പികൾച്ചർ. മുയൽ വളർത്തലാണെങ്കിൽ ഇതിങ്ങനെ തിരിഞ്ഞിരിക്കുന്നുണ്ട്, തിരിച്ചിടാൻ പറ്റത്തില്ല, ക്യൂണികൾച്ചർ ആണ്. ഇനി കൂൺ കൃഷിയാണെങ്കിൽ മഷ്റൂം കൾച്ചറാണ്. കോഴിക്കൃഷിയാണെങ്കിൽ നമുക്കറിയാം പൗൾട്രി ഫാമിംഗ് ആണ്. കന്നുകാലി വളർത്തലാണെങ്കിൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് ആണ്. പിന്നെ നമ്മുടെ മത്സ്യകൃഷിയാണെങ്കിൽ പിസി കൾച്ചർ. കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് ഞാൻ ബ്ലാക്ക് വെച്ച് മാർക്ക് ചെയ്ത് തരാവേ. നമ്മുടെ പിസി കൾച്ചർ, സെറി കൾച്ചർ, ഫ്ലോറി കൾച്ചർ, എപ്പി കൾച്ചർ, ക്യൂണി കൾച്ചർ, ഇതാണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ ഈ നമ്മുടെ പൂക്കളുടെയും പിന്നെ ഇതിൻ്റെ അകത്ത് പറയാത്തുള്ള നമ്മുടെ പച്ചക്കറി കൃഷിയാണ്. പച്ചക്കറിക്ക് നമ്മൾ പറയുന്നതാണ് ഹോർട്ടിക്കൾച്ചർ. ഇവിടെ എഴുതാവേ, പച്ചക്കറിയാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ. അതോടെ ഓർക്കുക കേട്ടോ, ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ട? നമ്മുടെ പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ട, പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ. നോക്കിക്കേ, ഇത് ഇത്രയും ഭാഗങ്ങൾ, ബാക്കിയൊന്നും മാറിപ്പോലെ. പിസി കൾച്ചർ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ബന്ധപ്പെട്ട? നമ്മുടെ മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെറി കൾച്ചർ ആണെങ്കിൽ പട്ടുനൂൽപ്പുഴു. ഫ്ലോറി കൾച്ചർ ആണെങ്കിൽ നമ്മുടെ പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട. തേനീച്ചയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലോ ഏതാ? എപ്പി കൾച്ചർ ആണ്. ക്യൂണി കൾച്ചർ നമ്മുടെ മുയലുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ കൂൺ നമുക്കറിയാം മഷ്റൂം ആണ്. അപ്പൊ അത് ആ ഒരു പേരുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. പൗൾട്രി ഫാമിംഗ് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്, നമ്മുടെ കോഴിയായിട്ട് ബന്ധപ്പെട്ടതാണ്. കന്നുകാലി ആണെങ്കിൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. അതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ കോഴിയുടെയും നമ്മുടെ പശു അല്ല, കന്നുകാലി വളർത്തലിന്റെയും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ ഈ കൂൺ കൃഷിയും അങ്ങനെ വലിയധികം ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ചോദിക്കാതിരിക്കാൻ പാടില്ല എന്നില്ല. ബാക്കിയുള്ളതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇതില് എന്താ ക്യൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പിസി കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്, അങ്ങനെ പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പഠിച്ചേ പറ്റൂ കേട്ടോ. മാറിപ്പോവാ തന്നെ പഠിക്കാം. പിസി ആണെങ്കിൽ മത്സ്യം, സെറി ആണെങ്കിൽ പട്ടുനൂല്, ഫ്ലോറി ആണെങ്കിൽ നമ്മുടെ പൂക്കള്, എപ്പിക്കൾച്ചർ ആണെങ്കിൽ തേനീച്ച, ക്യൂണിക്കൾച്ചർ ആണെങ്കിൽ മുയല്. പിന്നെ ഞാനിപ്പോ പറഞ്ഞ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ മാറിപ്പോയി. ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കണം. നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി പോയല്ലോ അല്ലെ? കിട്ടിയില്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ടൈപ്പ് ചെയ്തിട്ട് തരാം കേട്ടോ, പേടിക്കണ്ട. പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അപ്പൊ അത് മറക്കാതെ തന്നെ പഠിച്ചു പോവുക. പിസി കൾച്ചർ ആണെങ്കിൽ മത്സ്യം, സെറി കൾച്ചർ ആണെങ്കിൽ പട്ടുനൂൽപ്പുഴു, ഫ്ലോറി ആണെങ്കിൽ പൂക്കള്, എപ്പിക്കൾച്ചർ ആണെങ്കിൽ തേനീച്ച, ക്യൂണിക്കൾച്ചർ ആണെങ്കിൽ മുയൽ വളർത്തല്. പിന്നെ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ ഞാനിവിടെ എഴുതിയായിരുന്നു, ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ പച്ചക്കറി.
കിട്ടിയില്ലോ അല്ലേ? ഞാൻ ജസ്റ്റ് സ്പീഡിൽ അങ്ങ് ഇത് പറഞ്ഞു പോയതാണ്. നിങ്ങൾ എഴുതി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. പിന്നെ ഈ ടെക്സ്റ്റിന്റെ PDF ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അത് വായിച്ചോ. ഇത് വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാ തവണയും ഇത് ചോദിക്കാറുള്ളതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്തുനിന്ന് എപ്പോഴും വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉറപ്പായിട്ടും പഠിക്കണം. ഓക്കെ, എത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്തിട്ട് ഞാൻ നിർത്താം കേട്ടോ. ഓക്കെ, ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഇപ്പൊ നമ്മൾ കണ്ടോളൂ ജൈവവളങ്ങൾ രാസവളങ്ങളുടെ സവിശേഷതയുള്ള ഒരു ബോക്സിന്റെ അകത്ത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിലെ പ്രസ്താവന യോജിക്കാത്തതാണ്. വീടുകളിൽ നിർമ്മിക്കാം, കൂടുതൽ അളവിൽ വേണം, മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു, നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. അപ്പൊ ഇതിൽ ഏതാണ് യോജിക്കാത്ത പ്രസ്താവന? യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് സി ആണ്. മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജൈവവളം മണ്ണിന്റെ ഘടന നശിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മണ്ണിന് നല്ലതാണ് നമ്മുടെ ജൈവവളം. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാം. ഇവര് വേണം ഇത് തന്നെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അത് വായിച്ചിട്ട് അത് മനസ്സിലാക്കി തന്നെ ബബിൾ ചെയ്യാൻ നോക്കാം. ഇനി അടുത്തതാണ് നമ്മൾ ഇപ്പൊ ലാസ്റ്റ് കണ്ട നമ്മുടെ ടോപ്പിക്കുകൾ. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഏതൊക്കെയാന്ന്? എപ്പിക്കൾച്ചർ ഉണ്ട്, ക്യൂണിക്കൾച്ചർ ഉണ്ട്, സെറികൾച്ചർ ഉണ്ട്, പിസിക്കൾച്ചർ ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു എപ്പിക്കൾച്ചർ എന്നായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ തേനീച്ച. എപ്പിക്കൾച്ചർ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? തേനീച്ച. ക്യൂണി ആണെങ്കിലോ? ക്യൂണിക്കൾച്ചർ നമ്മുടെ മുയൽ വളർത്തല്. ഇനി സെറികൾച്ചർ ആണെങ്കിലോ? സെറികൾച്ചർ നമ്മുടെ ഞാൻ ബ്ലൂ ആ എടുത്തല്ലേ. ഓക്കെ, സെറികൾച്ചർ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ ഇതന്നെ ഞാൻ ഇങ്ങനെ ഓരോ കളർ വരയ്ക്കുന്നത്. ഓക്കെ, സെറികൾച്ചർ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ എന്താ പട്ടുനൂൽ പുഴു അല്ലെ? സെറികൾച്ചർ പട്ടുനൂൽ പുഴുവായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി പിസികൾച്ചർ ആണെങ്കിൽ നമ്മുടെ മത്സ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെയായിരിക്കും ചിലപ്പം നമുക്ക് മാത്സ് ഫോളോയിങ് നമ്മുടെ കേട്ടിട്ട് വരത്തില്ല. ഒന്നെങ്കിൽ ശരിയായ ജോഡി ഇതിലേത്, അങ്ങനെ ജോഡി തന്നിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ എപ്പിക്കൾച്ചർ ഏതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയും ചോദിക്കാം. ആ ഒരു രീതിയിലേ വരുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, മുയൽ വളർത്തൽ എന്ന് പറയുന്ന പേര് ഏത്, അങ്ങനെയും ചോദിക്കാം. അപ്പൊ ഈ 3 രീതിയിലും ചോദിക്കാം. അപ്പൊ അത് മാറിപ്പോവാതെ തന്നെ പഠിക്കാം കേട്ടോ. എപ്പിക്കൾച്ചർ ആണെങ്കിൽ തേനീച്ച, ക്യൂണിക്കൾച്ചർ ആണെങ്കിൽ മുയല്, സെറികൾച്ചർ ആണെങ്കിൽ പട്ടുനൂല്, പിസികൾച്ചർ ആണെങ്കിൽ മത്സ്യം വളർത്തല്, ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ പച്ചക്കറി, ഫ്ലോറികൾച്ചർ ആണെങ്കിൽ നമ്മുടെ പൂക്കള്, കൂണാണെങ്കിൽ നമ്മുടെ ഏതായിരുന്നു? മഷ്റൂം. അപ്പൊ ആ ഒരു രീതിയിൽ അത് പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചിത്രം തന്നിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അത് വലിയ കാര്യമുള്ള കാര്യമല്ല. ചിത്രം തന്നിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പതിവെക്കൽ രീതിയുടെ പേരെന്താന്നാ ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാഗപതിവെക്കലാണ്. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ നാഗപതിവെക്കലാണ്. നമ്മൾ ആ കുരുമുളകിന് കണ്ടോ, ചെടി ഇങ്ങനെ കുറച്ച് ഭാഗം മണ്ണിൽ മൂടിയിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ മേളിലോട്ട് വെക്കുന്ന ഒരു പരിപാടി നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അത് നാഗപതിവെക്കലാണ്. അതിന്റെ ABC എന്നീ സ്ഥാനങ്ങളിൽ എവിടെയാണ് മുറിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് B ഭാഗം മുറിച്ച് നടണമെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പിക്ചർ തന്നിട്ട് അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ഇതില് നമ്മുടെ മുമ്പേ കണ്ട A ആണോ B ആണോ, ഇതിൽ ഏതാ സ്റ്റോക്ക്, ഏതാ സയൺ പഠിച്ചതല്ലായിരുന്നോ? ഇതാണ് നമ്മുടെ റൂട്ട് സ്റ്റോക്ക്. B വേരോട് കൂടിയത്. ഇത് നമ്മുടെ അതേപോലെ തന്നെ നമ്മളൊരു കമ്പ് മുറിച്ചെടുക്കുന്നതാണെങ്കിൽ അത് നമ്മുടെ സയൺ. അത് ഓർത്തിരിക്കാം കേട്ടോ. വേരോട് കൂടിയ ഭാഗമാണെങ്കിൽ സ്റ്റോക്ക്, റൂട്ട് സ്റ്റോക്ക്. ഏതാണോ ഒട്ടിക്കാൻ എടുത്തിരിക്കുന്നത് അതാണ് നമ്മുടെ സയൺ. അപ്പം ഇത് ജസ്റ്റ് ആ കുറച്ച് കാര്യങ്ങൾ വേണ്ടി അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ 2 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. അത് പഠിച്ചിട്ട് തന്നെ പോവാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ അത് പറയുന്നത്. അതിലെ കാർഷിക സർവകലാശാലകള്, സങ്കരയിനം വിത്തുകള്, പിന്നെ നമ്മുടെ പതിവെക്കല്, ലെയറിങ്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, അതെല്ലാം എങ്ങനെയാന്നുള്ള കാര്യങ്ങളും പഠിക്കാം. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ഹലോ, കേക്കാവോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. എല്ലാവരും പഠിച്ചിട്ട് കിടക്കാം കേട്ടോ. ഈ വർഷം തീർന്നില്ല. ഇനി നമുക്ക് കൂടിപ്പോയാൽ കൃത്യം 18 ദിവസമാണ് നമ്മുടെ കേറ്റഡ് എക്സാമിന്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു വർഷം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗുഡ് നൈറ്റ്. താങ്ക് യു.